ഹലോ, ഗുഡ് മോർണിംഗ് ബംഗളൂരു. അങ്ങനെ ഫൈനലി എൻ്റെ ബാംഗ്ലൂർ ശാപം മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയി ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ കുറേ ആയിട്ട് ഈ അടുത്ത് ബാംഗ്ലൂരിലേക്ക് പ്ലാൻ ചെയ്തിട്ടും അതങ്ങ് വർക്കൗട്ട് ആയിരുന്നില്ല. ഫൈനലി ഐ എം അറ്റ് മൈ ഫേവറേറ്റ് സിറ്റി ബംഗളൂരു. ഇന്നത്തെ ബാംഗ്ലൂർ സ്പെഷ്യൽ അർജു വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാനുള്ളത് എൻ്റെ ചേട്ടൻ്റെ വീട്ടിലാണ്, സീഗഹള്ളി. സോ ഇന്ന് നമ്മുടെ കുറച്ച് ഫുഡ് അടി പരിപാടികളൊക്കെ ആയിട്ട് ഈ വ്ളോഗ് അങ്ങ് മുന്നോട്ട് പോവാം. ഇതാണ് ഇവിടെ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ. സ്വിമ്മിംഗ് പൂളൊക്കെ ആയിട്ട് 2-2.25 വർഷമായി ഞാനേതാണ് ഇവിടെ വന്നിട്ട്. സോ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ചേട്ടൻ അനീഷേട്ടൻ. അപ്പോൾ അനീഷേട്ട, വെൽക്കം ടു മൈ അർജു വ്ളോഗ്സ്. ഹലോ. എൻ്റെ വ്ളോഗ്സിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ ആദ്യമായി നമ്മുടെ സ്ക്രീനിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പോൾ നമ്മൾ MG റോഡിലോട്ട് പോകുന്നു. MG റോഡില് അവിടെ പോയിട്ട് നമുക്ക് നോക്കാം. അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. സോ ഇതൊരു ഫുഡ് വ്ളോഗ് തന്നെ ആയിരിക്കും കേട്ടോ. സോ ഇവിടുത്തെ മെട്രോ ഒന്ന് യാത്ര ചെയ്യാം. നമ്മളിപ്പോൾ പോകുന്ന ഏത് മെട്രോ ആയിരിക്കും? അതായത് പർപ്പിൾ ലൈൻ ആണ്. സോ ഓവർ ടു ദ മെട്രോ സ്റ്റേഷൻ. നമ്മളിപ്പോൾ ഉള്ളത് കാടുകോടി മെട്രോ സ്റ്റേഷനിലാണ്. ക്രിയേറ്റിവിറ്റി ഒന്ന് നോക്കണേ. ഇവിടുത്തെ എൻട്രൻസിൽ തന്നെ ഒരു ചെറിയ റോബോ ഹെൽമെറ്റ് ഒക്കെ വെച്ചിരിക്കുന്നുണ്ട്. എനിക്കിത് കാണുമ്പോൾ വലിമൈ സിനിമയുടെ ഒരു മോഷൻ പോസ്റ്ററാണ് ഓർമ്മ വരുന്നത്. പർപ്പിൾ ലൈൻ മെട്രോൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പാണ് കാടുകോടി. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഫ്രീ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. അടുത്ത സ്റ്റോപ്പ് മുതലേ ആളുകൾ കയറി തുടങ്ങും. കുറേ നാൾക്ക് ശേഷം ബാംഗ്ലൂർ മെട്രോയിൽ യാത്ര ചെയ്യുന്നു. നമ്മൾ പോകുന്നത് MG റോഡിലേക്കാണ്. MG റോഡിലെ കോശീസ് ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ്. ബാറിലേക്കല്ല കേട്ടോ, റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. തൊട്ടിപ്പുറത്ത് തന്നെ കോശീസ് ബേക്കറിയും ഉണ്ട്. അപ്പം അതെങ്ങനെ നിൽക്കണോ നോക്കും. സോ ഇത്തവണത്തെ നമ്മുടെ ബാംഗ്ലൂർ വിസിറ്റില് ഫുഡ് വേണ്ട. ഇവിടെ കോഷീസിൽ വെച്ച് ഒരു ലൈം സോഡ കുടിച്ച് ആരംഭിക്കുകയാണ്. ഓക്കെ, പണ്ട് ജവഹർലാൽ നെഹ്റു ഒക്കെ ഇരുന്ന സീറ്റിലായിരിക്കും ചിലപ്പോൾ ഞാൻ ഇരിക്കുന്നുണ്ടാവുക. ചേട്ടൻ ഇരിക്കുന്നത് ക്യൂൻ എലിസബത്ത് ഒക്കെ ഇരുന്ന സീറ്റിലായിരിക്കും. ഒരു വേറെ ചേട്ടൻ ഭയങ്കര ദേഷ്യത്തോടു കൂടി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇനിയിപ്പോ വ്ളോഗിങ് എടുക്കുന്ന പെർമിഷൻ വാങ്ങാത്തോണ്ടാണോ എന്തോ. ഇതൊക്കെ കാണുമ്പോ വേറെ എന്താ പരിപാടി? നമ്മളെ ബിരിയാണി വരുന്നതിന് മുന്നേ ഒരു ലെമൺ സോഡ കുടിക്കുന്നു, അത്രേ ഉള്ളൂ. ജവഹർലാൽ നെഹ്റുവിൻ്റെയും ക്യൂൻ എലിസബത്തിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ. 1940 കോച്ചീസ് റെസ്റ്റോറൻറ്റ് ആരംഭിച്ചത്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ്. ഇപ്പോൾ ഏതാണ്ട് 85 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആദ്യം ഒരു ബേക്കറി ആയിട്ട് തുടങ്ങിയിട്ട് പിന്നീട് അത് റെസ്റ്റോറൻറ്റിലേക്ക് മാറിയതാണ്. നമ്മളിന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇവരുടെ ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയും പിന്നെ ബീഫ് റോസ്റ്റും ആണ്. ബീഫ് ഇവിടുത്തെ മസ്റ്റ് ട്രൈ ആണെന്നാണ് അനീഷേട്ടൻ പറഞ്ഞത്. ബിരിയാണി ഈസ് നോട്ട് കംപ്ലീറ്റ് വിത്തൗട്ട് എ റൈത്ത. കോശീസിന്റെ ടേസ്റ്റിൽ വലിയ വ്യത്യാസമുണ്ടോ? ഇല്ല, പഴയ പോലെ തന്നെ. ഞങ്ങൾ വേറെ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിരിയാണി ആണെങ്കിലും ബീഫ് ആണെങ്കിലും ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ തന്നെ ഊഹിക്കാമല്ലോ അതിൻ്റെ ഒരു ഓവറോൾ ക്വാണ്ടിറ്റി എത്ര ഉണ്ടാവുമെന്ന്. ബിരിയാണിയിൽ മുട്ടയും ഉണ്ട്. വെള്ള ഞാൻ എടുത്തു, മഞ്ഞ അനീഷേട്ടന് കൊടുത്തു. പാപം, ഒരു ദൊണ്ണെ ബിരിയാണി ഫ്ലേവറാണ് നമുക്ക് ഇതൊന്ന് കിട്ടുന്നത്. നല്ല തേങ്ങാക്കൊത്തം കിട്ടുന്ന ബീഫാണ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയതിൻ്റെ ഒരു ടേസ്റ്റ് അറിയണമുണ്ട്. അതെ. സി ഗൈസ്, ഞാൻ വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ കഴിയാൻ സമയമെടുക്കും. അവിടെ നല്ല പോളിംഗ് ആണ്. അവിടുത്തെ ബീഫ് ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മുടെ കോശിച്ചായൻ്റെ ബിരിയാണിയും അതുപോലെ തന്നെ ബീഫും പൊളിച്ച് ഇനി നമുക്ക് നേരെ ലക്നൌവിലേക്ക് പോകാം. ബാംഗ്ലൂരിൽ നിന്ന് ലക്നൌവിലേക്ക് പോകാൻ ട്രെയിനൊന്നും പിടിക്കണ്ട, ജസ്റ്റ് ഒന്ന് റോഡ് ക്രോസ് ചെയ്താൽ മതി. അവിടെ ലക്നൗ സ്ട്രീറ്റ് ഉണ്ട്. ഇതാണ് അനിൽ കുംബ്ലെ സർക്കിൾ. നല്ല ട്രാഫിക് ബ്ലോക്കാണ്. ഇവിടെ എപ്പോഴും നമുക്ക് കാണാം നാരിയൽ കാ പാനി വിൽക്കുന്ന ആൾക്കാരെയും അത് നല്ല സന്തോഷമായി കുടിക്കുന്ന ആൾക്കാരെയും. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അനീഷേട്ടൻ്റെ മുഖത്തൊരു ചെറിയ ചിരി കൊണ്ടുണ്ടോ? എന്തുകൊണ്ടാണ്? ഗലൗട്ടി കബാബ് കഴിക്കാൻ പോവുകയാണ് ഞങ്ങൾ. 17-ാം നൂറ്റാണ്ടിൽ ഏതാണ്ട് 80ഓളം ചേരുവകൾ ചേർത്തുണ്ടാക്കി തുടങ്ങിയ ഒരു കബാബാണ് മട്ടൻ ഗലോട്ടി കബാബ്.
കേരളത്തിൽ നിന്നും നിങ്ങളുടെ ഗലൗട്ടി കബാബ് കഴിക്കാൻ വേണ്ടി മാത്രം ബാംഗ്ലൂരിലേക്ക് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അടുക്കളയിൽ കയറി വ്ളോഗ് എടുക്കാനുള്ള പെർമിഷൻ തന്നു അവർ. നല്ല ആൾക്കാരാണ്. മറ്റേ അടുക്കളയുടെ ഉള്ളിലൊക്കെ പോയി വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള അനുവാദം തന്നു. നമ്മൾ വെറും 2 കബാബ് മാത്രമേ പറയുന്നുള്ളൂ. കാരണം നമുക്ക് ഇനിയും ചില സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട്. ഇപ്പൊ നമ്മുടെ വയറിൽ കുറച്ച് സ്ഥലം വേണം അല്ലേ. ഇവിടെ വന്നപ്പോ ഇവിടെ ലക്നൗ സൈഡ് ബിരിയാണി ഉണ്ട്. പക്ഷെ ഞാൻ ഈ ലക്നൗ കൊൽക്കത്ത സൈഡ് ബിരിയാണിയൊക്കെ മുമ്പ് ഒരു തവണ ട്രൈ ചെയ്തപ്പോൾ ഫുള്ള് ഉരുളക്കിഴങ്ങാണ് കിട്ടിയത്. ചിക്കൻ്റെ പീസ് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ആ റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ. ബിരിയാണി ഇപ്പോഴും നമ്മുടെ സൗത്ത് ബിരിയാണിയാണ് നല്ലത്. പീസിന്റെ പോയിന്റ് ഓഫ് വ്യൂ അത്യാവശ്യം നല്ല കളർഫുൾ മെനു. ഇവരുടെ ഹൈലൈറ്റ് ഐറ്റംസ് കെബാബും പിന്നെ ചാർക്കോൾ ഗ്രിൽഡൊക്കെയാണ്. അനീഷേട്ടൻ കാര്യമായിട്ട് മെനു വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഓർഡർ ചെയ്യാൻ പോകുന്ന കെബാബ് ഓൾറെഡി വന്നു. ഇത്രയും വലിയ പ്ലേറ്റ് ഒക്കെ വെക്കുന്ന ആ ചേച്ചി ആകെ ഒരു ചെറിയ കെബാബാണ് വെക്കാൻ പോകുന്നത്. കണ്ടോ, അത്രയേ ഉള്ളൂ. ഒരു കട്ട്ലറ്റിന്റെ സൈഡ്സുള്ള സാധനം. അതെ, കുഴപ്പമില്ല. എന്നാലും അവർ അങ്ങനെ തരാൻ പറ്റില്ല. വെറുതെ അങ്ങനെ എടുത്തിട്ട് അങ്ങനെ എന്താ പിടിച്ചോ എന്ന് പറഞ്ഞ് തരാൻ പറ്റില്ല. തൊടുമ്പോ പൊട്ടിയോ, ഭയങ്കര സോഫ്റ്റ്, പൊട്ടി പൊട്ടി വേണം. ഇതിലേക്ക് കുറച്ച് അങ്ങോട്ട് ഒഴിക്കുക, എന്നിട്ട് ഒരു ഉള്ളി അങ്ങോട്ട് എടുക്കുക, അതും പൊട്ടിക്കുക, അത് വെച്ച് നല്ല ടേസ്റ്റാ. 2 പീസിന് 200 രൂപയാണ്. മട്ടനല്ലേ, വില ഉണ്ടാവുമല്ലോ, കുഴപ്പമില്ല. ഇനി നമുക്ക് നേരെ 3ാമത്തെ ഫുഡ് സ്പോട്ടിലേക്ക് പോകാം. അപ്പോൾ ലക്നൗവിയൻ ഗലോട്ടി കബാബിനും കഴിഞ്ഞ് നമ്മളിപ്പോ സ്വീറ്റ്സ് കഴിക്കാൻ വേണ്ടി ഇവിടെ MG റോഡിലെ വളരെ ഫേമസ് ആയിട്ടുള്ള KC ദാസിലാണ് വന്നിരിക്കുന്നത്. സോ KC ദാസിലെ ഏതെങ്കിലും ഒരു 2 സ്വീറ്റ് ഐറ്റംസ് നമുക്ക് ട്രൈ ചെയ്യാം. ഈ KC ദാസ് എന്ന് പറയുന്നത് റോസ് മലായി ഇൻവെന്റ് ചെയ്ത നോബിൻ ചന്ദ്രദാസ് എന്ന് പറയുന്ന ആളുടെ മകനാണ്. സോ വളരെ പാരമ്പര്യമുള്ള സ്വീറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഇവിടെ എഴുതി വെച്ച് നോക്കി വായിച്ചാട്ടോ. ഇവിടെ നമ്മുടെ മോഹൻലാൽ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ലാൽ മോഹൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു സ്വീറ്റ് ഉണ്ട്. ഇവിടെ കണ്ടു. ചേട്ടൻ നമുക്ക് വേണ്ടി 2 സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പേര് അനീഷ്ടൻ തന്നെ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ തെറ്റി. ഇത് മലായ് സാൻഡ്വിച്ച്, ഇത് മലായ് സാൻഡ്വിച്ച്, പിന്നെ ഇത് മാൽപുവ റോൾ. മാൽഗോവ റോൾ. മാൽപുവ റോൾ. മാൽപുവ റോൾ. ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി. ലക്നൗ കെബാബിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് അടുക്കളയിൽ കയറി വ്ളോഗ് എടുക്കാനുള്ള പെർമിഷൻ കിട്ടിയ ആ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് ഞാൻ കേരളത്തിലെ വലിയ വ്ളോഗറാണ്, ഇവിടുത്തെ സ്വീറ്റ്സിൻ്റെ കുറച്ച് വീഡിയോ എടുത്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു, നോ യു ആർ നോട്ട് സപ്പോസ് ടു ടേക്ക് ദാറ്റ്. ചെറുതായിട്ടൊന്ന് ശശിയായി. ഇടയ്ക്കൊക്കെ അങ്ങനെ കിട്ടുന്നത് നല്ലതാ. ഇവിടെ KC ദാസിന്റെ പേര് എല്ലാ ഭാഷയിലും, ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും എഴുതി വെച്ചിട്ടുണ്ട്. രസഗുളയും പേടയും ചേർന്നൊരു ഇതില് അതാണ് മലായ് സാൻഡ്വിച്ച്. എത്ര ചാർജ് ചെയ്യണം? അല്ല, അതിൽ എവിടെ എഴുതിയിട്ടുണ്ട്? 35 or 40 അങ്ങനെ എന്തോ. ചീപ്പാണ്. ഇതാണ് മാൽപുവ റോൾ. മാൽഗോവ റോൾ. മാൽപോവ റോൾ. ഞാൻ ഗോവ. മാൽപുവ. എനിക്ക് ഗോവ എന്നാ വയല് വരുന്നത്. ഗോവ പോവാൻ ബാക്കി ഉണ്ടാ. ഇതിനുള്ള മറ്റേ പാൽഗോവയുടെ ഇതുണ്ട്. ഇതൊക്കെ സാധനങ്ങളല്ലേ. നമ്മൾ ഈ ലഡു, ജിലേബി, മൈസൂർ പാക്ക്, പായസം, ഇങ്ങനെ കുറച്ച് സാധനത്തിൽ മാത്രമേ. സ്വീറ്റ്സ് ഒക്കെ നോക്കണമെങ്കിൽ ശരിക്കും കൊൽക്കത്ത ഭാഗത്ത് തന്നെ പോകാം. നമ്മുടെ പൊക്കി കാണിക്കും. ഇതാണ് മാൽപോവ. തന്നെ തരും ഇങ്ങനെ ഒരു ഇതായിട്ട്. അതിനുള്ള റോളായിട്ട് മലായ് സാൻഡ്വിച്ചിന് 36 രൂപയും മാൽപോവയ്ക്ക് 42 രൂപയാണ്. ഇവിടെ ഒരു മരത്തിൽ ഒരു പോസ്റ്റർ ഒട്ടിച്ചിരിക്കുകയാണ്, ഓണത്തിന്റെ സദ്യ, 444 രൂപ. ഒരു 3 ഫുഡ് ഔട്ട്ലെറ്റുകൾ നമ്മൾ ഈ ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ തന്നെ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിന് ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനീഷേട്ടൻ ഇവിടെ നിർത്തിക്കൊണ്ട് പറയുന്നതല്ല, അല്ലെങ്കിൽ അനീഷേട്ടൻ ഇതൊക്കെ എനിക്ക് വായിച്ചെന്നുകൊണ്ട് പറയുന്നതല്ല, പുള്ളിയുടെ കൂടെ ഈ ഫുഡ് ഔട്ട്ലെറ്റ്സിൽ പോയി കറങ്ങുമ്പോൾ എന്തോന്നറിയില്ല ഒരു ന്യൂ വൈബ് കിട്ടുന്നുണ്ട്. എനിക്ക് എൻജോയ് ചെയ്ത് വ്ളോഗ് എടുക്കാനും പറ്റുന്നുണ്ട്.
സോ ഇനി നമ്മുടെ ഈ കഴിച്ചതൊക്കെ ഒന്ന് ദഹിക്കണ്ടേ, അതിന് വേണ്ടി കുറച്ച് സമയം നമ്മൾക്ക് ഒരു റെസ്റ്റ് കൊടുക്കാം. വെറുതെ നടക്കാം. എം ജി റോഡിലൂടെ നമുക്കൊന്ന് നടക്കാം. നമ്മൾ പഴയ കടകൾ മാത്രം തപ്പിയെടുത്തിട്ടാണോ നമ്മൾ പോകുന്നത്. പുതിയ കടകളാണെങ്കിൽ നമ്മൾ പോകുന്നില്ല. ലക്നൌവിൽ പോയി, അത് പുതിയതാ. ഓക്കെ, ശരി, നടക്കാം. അങ്ങനെ എം ജി റോഡിലെ ചർച്ച് സ്ട്രീറ്റിലൂടെ തേരാപ്പാര നടക്കുന്നു. കഴിഞ്ഞ വർഷം ഹോളി ദിവസം ഞാനും രവിയും രേവന്തൊക്കെ കൂടി ഇവിടെ വെറുതെ നടന്നത് ഓർമ്മയിൽ വരുന്നു. ആ സമയത്ത് ഇവിടെ ഒരു ചെക്കനോട് രേവന്തിൻ്റെ ആതിരയുടെയും ചിത്രം വരയ്ക്കാൻ പറഞ്ഞിട്ട് അവൻ വേറെ ആരുടെയൊക്കെയോ വരച്ചു. ആ ചെക്കനൊക്കെ ഇപ്പോൾ എവിടെയാണോ എന്തോ. ഇവിടുത്തെ പാരഗണിൻ്റെ ഔട്ട്ലെറ്റിലുള്ള തിരക്കാണ്. അതിപ്പോൾ കോഴിക്കോടാണെങ്കിലും ബാംഗ്ലൂർ ആണെങ്കിലും പാരഗണിലും ഒടുക്കത്തെ ക്യൂ ആയിരിക്കും. 1 മണിക്കൂർ നടത്തം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നിരിക്കുന്നത് ഇന്ത്യൻ കോഫി ഹൗസിലാണ്. പഴമയുടെ രുചി തേടി കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് കാപ്പികളുടെ ആസ്ഥാനമായ ഇന്ത്യൻ കോഫി ഹൗസ് നമ്മുടെ തൊപ്പിയിട്ട മാമന്മാര് നടത്തുന്ന ഇന്ത്യൻ കോഫി ഹൗസ്. ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് നല്ല ബീട്രൂട്ടൊക്കെ ഇട്ടിട്ടുള്ള മസാല ദോശയാണ്. കാപ്പി ഓർഡർ ചെയ്ത ഞങ്ങൾക്ക് 2 ചൂടുവെള്ളം കൊണ്ടുവന്നു. എന്തായാലും കൊണ്ടുവന്നതല്ലേ, കുടിച്ചേക്കാം, അല്ലെങ്കിൽ മാമന്മാർക്ക് ദേഷ്യം വന്നാലോ. മുഖത്തിന്റെ ഭാവത്തിൽ നിന്ന് മനസ്സിലാവുന്നത് കാപ്പി അത്ര പോരാ, അത്രക്കായില്ല. അത് ഡിക്കോഷൻ നല്ലോണം ഒഴിച്ചിട്ടുണ്ട്. അല്ല, അത് പ്രശ്നമല്ല. പിന്നെ കുഴപ്പമില്ല. അവര് വെള്ളം കുറച്ച് കൂടുതലാണ്. പാല് കുറച്ച് വെള്ളം കൂട്ടി. അവിടെ മേലെ എന്റെ പേരിൽ ഒരു യൂട്യൂബ് ചാനലിന്റെ ചിഹ്നമൊക്കെ ഇട്ടിട്ട് എന്തോ ഇട്ടുണ്ട്. അർജുൻ കാണിച്ചു ഗൈസ് ഉണ്ടോ? ഇതെന്താ എഴുതിയത്? ഫ്രണ്ട്സെ, നമ്മള് ആ കൺഫ്യൂസ് ചെയ്തില്ലേ, ആ നമ്പർ 80 ആണ്. അപ്പൊ ആരെങ്കിലും 80 ഗസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ ഇന്ന് 4 സ്ഥലത്തിലുള്ള ഫുഡ് ഔട്ട്ലെറ്റ്സ് ട്രൈ ചെയ്തു. ആ 4 തരത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് നമ്മൾ പോയ പേര് മറന്നു, എന്താണ്, കോശീസ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതന്നെയായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു ആ സമയത്ത്. അതൊരു ഫാക്ടർ കേട്ടോ. ആ സമയത്ത് നമുക്ക് നല്ല വിശപ്പുണ്ട്. പിന്നെ നമ്മൾ ഓരോടത്ത് പോകുന്തോറും നമ്മുടെ വിശപ്പ് കുറഞ്ഞു വരിക. അവസാനം നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൽ എത്തിയപ്പോൾ ചുമ്മാ ഒരു കോഫി കുടിക്കണമെന്നേ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടില്ല. എന്തോ ആവട്ടെ. സോ ബാംഗ്ലൂരിൽ ഇത്തവണത്തെ ഒരു ഫുഡ് വ്ളോഗ് ഇങ്ങനെ അങ്ങനെ തുടങ്ങി. ഇനിയും ബാംഗ്ലൂരിലെ കുറച്ച് വ്ളോഗ്സും കൂടി ഉണ്ട്. കൂടെ ചിലപ്പോൾ അനീഷേട്ടൻ എന്നോടൊപ്പം ഉണ്ടാവും അല്ലേ, വ്ളോഗിലൊക്കെ ഉണ്ടാവും. നമുക്ക് അപ്പോൾ ഈ വ്ളോഗ് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതങ്ങോട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ഓൾറെഡി ചെയ്തവരാണെങ്കിൽ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യരുത് പ്ലീസ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം.